വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുത്രധർമ്മത്തെക്കുറിച്ചാണ്. പുത്രനാര്? സ്വന്തം ആത്മാവിൻ്റെ അംശമാണ് പുത്രൻ. മനുഷ്യരുടെ ആത്മാക്കളെ അവരുടെ പുണ്യപാപങ്ങളനുസരിച്ച് സ്വർഗ നരകങ്ങളിൽ എത്തിക്കുന്നു. അനേക നരകങ്ങളിൽ 28 നരകങ്ങളുണ്ടെന്നാണ് സങ്കല്പം. കൊടിയ നരകമാണ് പുന്നാമം എന്ന പേരുള്ള നരകം. പുന്നാമക്കമാകുന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്ന ശബ്ദം വിധിച്ചു. ശതപുത്ര സമുണ്ടാവനെന്നറിയുക എന്ന് ആധ്യാത്മിക രാമായണം. അധ്യാത്മകാണ്ഡത്തിൽ കൈകേയി രാമനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് താതനെ ഉദ്ധരിക്കേണ്ട കടമ പുത്രനാണുള്ളത്. പുത്രൻ താതൻ്റെ ഹിതമനുസരിച്ച് അച്ഛനിഷ്ടം ചെയ്യണം. അതാണ് പുത്രധർമ്മം. പുത്രന്മാർ 3 തരക്കാരാണ്: ഉത്തമൻ, മധ്യമൻ, അധമൻ. അച്ഛൻ്റെ കാര്യമറിഞ്ഞ് വേണ്ടതുപോലെ ചെയ്യുന്നവനാണ് ഉത്തമപുത്രൻ. താതൻ്റെ കാര്യം ഇന്നതു ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ട് അതനുസരിച്ച് ചെയ്യുന്നവൻ മധ്യമപുത്രനാണ്. അച്ഛൻ പറഞ്ഞാലും ഇതൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞടങ്ങുന്നവൻ അധമനാണ്. അവനെ പുത്രോർമലമെന്നാണ് രാമായണം പറയുന്നത്. പിന്നെ പിതാവിൻ്റെ മരണാനന്തരം വിധിയാം വണ്ണം ശവദാഹം, സഞ്ചയനം അഥവാ അസ്ഥിയെടുക്കൽ കർമ്മം, പിണ്ടം പൊത്ത്, സവണ്ടിയടിയന്തിരം എല്ലാം ചെയ്ത് പിതാവിൻ്റെ ആത്മാവിനെ പിതൃലോകത്തെത്തിക്കുന്ന കടമ പുത്രനാണുള്ളത്. ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ ദോഷവുമാണ്. കാലങ്ങൾ മാറി. മനുഷ്യരുടെ സ്വഭാവങ്ങളും ഇന്ന് ഭൂരിഭാഗം പുത്രന്മാരും അധമന്മാരായിട്ടാണ് കണ്ടുവരുന്നത്. കലിയുഗത്തിലെ മാറ്റങ്ങളായിരിക്കാം ഇതെന്ന് കരുതാം.